ആ വന്നല്ലേ വനമാല, വാ വാ, ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ചില കാര്യങ്ങളെ സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട്. ഈ വീട്ടിലെ മുഴുവൻ പണിയും ഒറ്റക്കെടുത്ത് ഒരു അടിമനെ പോലെ കഴിയാൻ ഇനി എന്നെ കിട്ടൂല. ഞാൻ പോവുന്നു. കുറച്ചു കാലത്തേക്ക് ഞാനും ദുബായ് വിടുകയാണ്. ആണോ? എങ്കിൽ സന്തോഷം. ഒരു പ്രധാന വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോണം. പ്രധാനോ അപ്രധാനോ എന്ത് വേണേലായിക്കോ, എൻ്റെ സമാധാനം എനിക്ക് പരമപ്രധാനം. ഒരുപാട് ദൂരം ഒറ്റയ്ക്ക് പോണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. ദൂരം എന്ന് വെച്ചാൽ ഇന്ത്യയിലോട്ടാവും, അല്ലെ പിന്നെ ഒമാനിലേക്കായിരിക്കും. ഈ 10-20 മണിക്കൂർ ഫ്ലൈറ്റിലിരിക്കുക എന്നൊക്കെ പറഞ്ഞാലേ 20 മണിക്കൂർ ഫ്ലൈറ്റിൽ എന്ന് പറയുമ്പോൾ ഇത്തവണത്തെ ഫിഫ വേൾഡ് കപ്പ് റിപ്പോർട്ട് ചെയ്യാൻ ദുബായ് എന്നെയാണല്ലോ പറഞ്ഞു വിടുന്നത്. ട്രംപിന് ഒരേ നിർബന്ധം ഞാൻ തന്നെ വരണമെന്ന്. എന്താ ചെയ്യുക, പോകുന്നതേ അമേരിക്കയിലോട്ടാണ്. അമേരിക്ക പാസ്പോർട്ട് എവിടെയാ? ക്ഷീണിച്ച് തളർന്നു വരുമ്പോഴേ ഞാൻ ബൂസ്റ്റ് ഉണ്ടാക്കി തരാൻ മറന്നു. എന്നാ കുടിക്ക്. ഫസ്റ്റിന് ഇഷ്ടമുള്ള ബിരിയാണി ഉണ്ടാക്കാൻ പോയെന്ന്. അതിൻ്റെ കൂടെ കുറച്ച് മീനവിയലും കൂടി ഉണ്ടാക്കട്ടെ. മീനവിയലോ? ആ, തടിക്ക് നല്ലതാ. ഈ ഡയറ്റ് ഫസ്റ്റ് തീരെ ആരോഗ്യമൊന്നും നോക്കുന്നില്ല. എന്ത് മൊഞ്ചുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് കാണുമ്പോൾ. ഇപ്പം നോക്കിയേ, ആകെ മെലിഞ്ഞുണങ്ങിയ ഒരു കാറ്റാടി മരം പോലെ ഇരിക്കുന്നു. അമേരിക്കയിലോട്ട് താങ്കൾ ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ടല്ല, അവിടെ ചെന്നാൽ താങ്കളുടെ ഫുഡ് മറ്റു കാര്യങ്ങളെല്ലാം ആര് നോക്കും ഓർത്തിട്ട് എൻ്റെ ടെൻഷൻ. അത് കുഴപ്പമില്ല, അവിടെ ബർഗറും സാൻഡ്വിച്ച് ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന്. ഇതാണ് കുഴപ്പം. എന്തിനാ ഇപ്പോൾ പോകുന്നത്? വേൾഡ് കപ്പ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. അവിടെ നിന്ന് കിട്ടുന്ന സാൻഡ്വിച്ചും ബർഗറൊക്കെ കഴിച്ച് വയറ്റിന് പിടിച്ചില്ലെങ്കിൽ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങാൻ സമയം കിട്ടും. പിന്നെ ഇങ്ങനെ റൊണാൾഡോൻ്റെ കളി റിപ്പോർട്ട് ചെയ്യും. ഇനി ഈ ബാഗും ട്രോളിയിലും താങ്കൾ ചുമക്കാൻ പോവാ? അയ്യോ, VIP പോകുമ്പോഴേ കൂടെ ഒരു മെയ്ഡിനെയും കൊണ്ടുപോകും. അപ്പം എന്നെ കൊണ്ടുപോകണ ഒരു മെയ്ഡായിട്ട് താങ്കൾ സ്പോൺസറോട് പറ, അവർ കേൾക്കണമല്ലോ. അത് ശരിയാവില്ല. ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ ഇടാൻ തുടങ്ങിയതിന് ശേഷമേ നിനക്ക് എന്നോട് ഒരു ബഹുമാനമില്ല. ഒരു ഭാര്യ ഭർത്താവിനോട് പെരുമാറുന്ന പോലെയല്ല ഇപ്പോൾ നിൻ്റെ പെരുമാറ്റം. അതെൻ്റെ തെറ്റ് പറ്റുന്നവർക്ക് തിരുത്താൻ അവസരം കൊടുക്കുന്നവരാണ് പുണ്യാളന്മാർ. ഫസ്റ്റിൽ പുണ്യാളൻ. നോക്ക്, ഒരു ഷൂസ് പോലും നേരെ വെക്കാൻ അറിയാത്ത ഫസ്റ്റും അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യും? ഞാനാണെങ്കിൽ ബാഗും ചുമന്ന് ഡ്രസ്സൊക്കെ അലക്കി അയൺ ചെയ്ത് അത്യാവശ്യം ഫുഡൊക്കെ ഉണ്ടാക്കി തന്ന്, ഇനി എവിടെയെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ അതിനും ഹെൽപ്പ് ചെയ്ത് വേറൊരു അടിമയായിട്ട് നിന്നോളാം. നോക്കാം. പക്ഷെ പറഞ്ഞല്ലോ, ഓർമ്മ ഉണ്ടല്ലോ, ഒരടിമയായിട്ട്. അടിമയല്ല, അടിമക്കാള.